ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വീണ്ടും ഇടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. നമ്മുടെ രേവതിക്ക് ഇങ്ങനെ തികട്ടി വരികയാണ്. തൻ്റെ അമ്മേനെയും അതുപോലെ തൻ്റെ അനിയത്തിനെയൊക്കെ അപമാനിച്ച രീതി പോലെ ആയി പോയല്ലോ. കാരണം ആ ഒരു ഹൗസ് ഓണർ വാടക പോലും മേടിക്കാതെ സ്വന്തം അച്ഛൻ്റെ കൂട്ടുകാരനാണ്, അപ്പം തല്ലിയെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ തികട്ടി ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി വന്ന് ഓരോന്ന് പറയുകയും രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുമായി. ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക് വരാനായി, പിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് നിർബന്ധിച്ച് അങ്ങോട്ട് കയറി വന്നതൊന്നുമല്ല, ഇവിടുത്തെ എൻ്റെ അച്ഛൻ കാരണം നിൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ലാസ്റ്റ് നമ്മുടെ സച്ചി പറഞ്ഞു, നീ ഈ കാര്യം ഒന്ന് വിട്, നീ എന്തിനാ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? പിന്നെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നിങ്ങൾക്കല്ലല്ലോ പ്രശ്നം ഉണ്ടായത്, എൻ്റെ അമ്മയ്ക്കല്ലേ. ഇനി ആർക്കറിയാം എൻ്റെ അമ്മേനെ, അനിയത്തീനെ, ആങ്ങളേനെയൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വാടക പോലും മേടിച്ചിട്ടില്ല ഇതുവരെ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അതെല്ലാം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തൊലച്ച് കളഞ്ഞില്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വഭാവം നന്നായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ദേ, എൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. ദേ, എൻ്റെ സ്വഭാവം ഇതാ. നിനക്ക് വേണ്ടി, നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ പെങ്ങൾക്കും നിൻ്റെ ആങ്ങളയ്ക്കൊക്കെ വേണ്ടിയേ ഈ സ്വഭാവം മാറ്റാൻ സച്ചിക്ക് പറ്റില്ല. സച്ചി ഈ സ്വഭാവം മാറ്റാനും പോകുന്നില്ല. നീ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. രേവതി വീണ്ടും വിഷമത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. വല്ലാത്ത വിഷമം. ഇതേസമയം നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, അല്ല അമ്മ എന്തി, അമ്മേനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, അത് ഭാമയുടെ അടുത്ത് പോയേക്കുക. അവൾ രാവിലെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. ചിക്കൻ പെരട്ടോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് കണ്ടു. ഏതായാലും ഭാമയായിട്ട് ഈയിടെ ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല മോളെ എന്ന് പറഞ്ഞു. അല്ല ഭാമയാൻ്റിക്ക് ഇതുവരെ കുറഞ്ഞില്ലേ അച്ഛാ? കുറഞ്ഞില്ലെന്ന് അവൾ പറഞ്ഞത്. ഞാൻ കൂടത്തിൽ ചെല്ലാന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചുമില്ല. പിന്നെ അവളുടെ കൂടത്തിൽ പോകുന്നേക്കാളും ഭേദം പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് അവിടം വരെ വഴക്ക് കേട്ടുകൊണ്ട് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ രവീന്ദ്രനോടൊരു ദയനീയ അവസ്ഥ തന്നെയാണ് തോന്നുന്നത്. രേവതിക്ക് മാത്രമല്ല നമുക്കും ഒരവസ്ഥ തോന്നൂല. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അടുക്കളയിലേക്ക് പോയപ്പോൾ തന്നെ എല്ലാം നിരന്ന് പിടിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ അതൊക്കെ അടുക്കി പറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അല്ല എങ്കിൽ പിന്നെ ഒന്ന് ഭാമയാൻ്റിനെ വിളിച്ചാലോ. ഭാമയാൻ്റി എന്നോട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അന്ന് വന്നപ്പം, അന്ന് ഫസ്റ്റ് നൈറ്റിനെല്ലാം ഒരുക്കുകയും ഒരമ്മേനെ പോലെ എൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തല്ലേ, എന്നാൽ പിന്നെ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നമ്മുടെ ഭാമേനെ വിളിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിച്ച ഉടനെ തന്നെ നമ്മുടെ ഭാമ എടുത്തിട്ട് ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അതെ ഞാൻ ഇവിടുത്തെ രവീന്ദ്രൻ്റെ മരുമകളാ രേവതിയാന്ന് പറഞ്ഞു. ആ രേവതിയോ? എന്താ രേവതി വിളിച്ചത്? അല്ല പതിവില്ലാതെ ഒരു വിളി, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. അല്ല ഞാൻ വിളിച്ചത് വേറൊന്നും കൊണ്ടും അല്ല, വയ്യാണ്ടിരിക്കുകയല്ലേ, എങ്ങനെയുണ്ട് ഇപ്പം, പനിയൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, പനിയോ? ആർക്ക്? എനിക്കോ? അതെ അമ്മ പറഞ്ഞു ഭാമയാൻ്റിക്ക് പനിയാണെന്ന്. ഇത് കേട്ട ഉടനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭാമയുടെ ആ ഒരു മൈൻഡ് അങ്ങ് മാറി. എങ്കിൽ പിന്നെ ചന്ദ്ര എന്തോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം വീണ്ടും പറഞ്ഞു, നമ്മുടെ ഭാമ പറഞ്ഞു, എനിക്ക് പനിയുണ്ട്, ഇപ്പം കുഴപ്പമില്ല മോളെ, ഇപ്പം കുറഞ്ഞിരിക്കുക. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു പനിയാന്നൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ആൻറ്റീനെ ഞാൻ വിളിച്ച് ചോദിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് പോകുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, ആ ഒരു ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് മാറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഓരോന്ന് സംസാരിച്ച് വിടുകയാണ്. കാരണം ചന്ദ്ര എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് നന്നായിട്ട് മനസ്സിലായി ഭാമയ്ക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഭാമ ഇങ്ങനെ വളഞ്ഞ് റൂട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വിടുന്നത്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അവിടെ നോക്കാൻ ആരുമില്ല, ആൻറ്റി തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടൊക്കെ ആട്ടോ ഞാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതേ മോളെ, ഇവിടെ ആരും ഇവിടെ ഇല്ലെന്നേ, അതുകൊണ്ട് തന്നെ ഞാനിപ്പം പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കാനോ? അതെന്തിനാ പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ അമ്മ ഇവിടെ നിന്നെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് വന്നെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. അത് പിന്നെ അത് ശരിയാ മോളെ, അതൊക്കെ ശരിയാ. ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴേ എന്നെ ചന്ദ്ര വിളിച്ചായിരുന്നേ. ചന്ദ്ര പറഞ്ഞു അവൾ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്, പുറത്ത് പോകണ്ടാന്ന്, അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വെച്ചു. അപ്പം
ഇന്നത്തെ ഭക്ഷണം അപ്പോൾ ഇന്നലെയൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലോ. ആ, അതും ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഏതായാലും ഞാൻ അവളോട് പറഞ്ഞതാ മോളെ ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടെന്ന്. പക്ഷേ ചന്ദ്രയ്ക്ക് ഒരേ ഒരു നിർബന്ധം, പനിയൊക്കെ ആയിട്ടിരിക്കുമല്ലേ, ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കഴിക്കണ്ട, വെളിയിൽ നിന്നൊന്നും കഴിക്കണ്ട എന്നും പറഞ്ഞ് അവൾ നിർബന്ധിച്ച് കൊണ്ടുവരുന്ന എന്നൊക്കെ പറഞ്ഞു. ആ ആ എങ്കിലും ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടേ വിളിക്കണം കേട്ടോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഫോണും കട്ട് ചെയ്തു. എന്നിട്ടും രേവതിക്ക് ഒരു ചെറിയ ഡൗട്ട്, എന്തായിരിക്കും ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ സംസാരിച്ചത് എന്നൊക്കെ ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, അവൾ എന്തൊക്കെയോ നുണകൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതെവിടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക, അതെങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാകുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഭാമയും ചിന്തിക്കുകയാണ്. ഇതേ സമയത്താണ് അങ്ങനെ നമ്മുടെ ഭാമ ഫോൺ വിളിക്കുകയാണ് ചന്ദ്രനെ. അപ്പോൾ ചന്ദ്ര എടുത്ത് ഭാമയാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ സുധീയുടെ അടുത്ത് ഇങ്ങനെ ഊട്ടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ, നമ്മുടെ സുധീനെ ഊട്ടുകയാണ് ഇരുന്ന്. അപ്പോഴത്തേക്കുമാണ് ഭാമ വിളിച്ചത്. അപ്പോൾ ചന്ദ്ര ചോദിച്ചു, അതെന്താ ഭാമയെ എന്ത് പറ്റി വിളിച്ചതെന്ന് ചോദിച്ചപ്പം, അതെ നീ ഇപ്പം എവിടെയാ, നീ ആർക്കാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയത്? അപ്പോൾ പെട്ടെന്ന് എന്തോ മനസ്സിലായി നമ്മുടെ ചന്ദ്രയ്ക്ക്, ഇത് നിന്നോട് ആരാ ഭാമയെ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നോട് ആരെങ്കിലും ആയിക്കോട്ടെ, അല്ല നീ ഇപ്പം എവിടെയാ, സത്യം പറ, നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെന്നും പറഞ്ഞ് നീ ആർക്കാ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്? നീ സുധിയെ കണ്ടോ? അത് പിന്നെ ഭാമ, നീ സത്യം പറ, നീ സുധീനെ കണ്ടോ? ആ, അത് ഞാനിപ്പോൾ സുധിയുടെ അടുത്താണ് ഉള്ളത്. ഞാനൊരു കാര്യം പറയാം, എനിക്കെല്ലാം മനസ്സിലായി, നീ ഇനി ഒരു കാര്യവും പറയണ്ട. അല്ല, ഞാൻ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാര്യം അതെങ്ങനെയാ ഭാമ അറിഞ്ഞത്? അത് എന്നോട് വേറെ ആരുമല്ല, നിൻ്റെ മരുമകൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അടഭാവി, അവൾ എന്തിനു വിളിച്ചു? ആ, അവൾ എനിക്ക് സുഖം പനിയൊക്കെ ഭേദമായോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഏതായാലും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. തപ്പി തടഞ്ഞിട്ടാണേലും ഇങ്ങോട്ട് തന്നെയാണ് നീ വരുന്നതെന്നും എനിക്ക് പനിയാണെന്നും ഒക്കെ ഞാൻ വെറുതെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താ ചന്ദ്ര നീ കാണിക്കുന്നത്? എന്നിട്ട് സുദീപ് എവിടെയാണ് ഉള്ളത്? അത് ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടൽ റൂമിലാണ് അവനിപ്പോൾ ഉള്ളത്. അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, ഇപ്പം ഞാൻ പറയുന്നില്ല, ഇപ്പം ഞാൻ അവൻ്റെ അടുത്താണ് ഉള്ളത്. ഞാനേ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരാം ഭാമ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്ക് സുധി ചോദിച്ചു, എന്താ അമ്മേ പറ്റിയത്, ആരാ വിളിച്ചത്? അത് വേറെ ആരുമല്ല മോനെ, ഭാമയാൻ്റിയാ. ഏതായാലും ആൻറ്റി എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അവളുണ്ടല്ലോ ആ രേവതി എന്ന് പറയുന്നവൾ, അവൾ വിളിച്ചു പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ ചെന്ന് ഇനി ഏതായാലും ഡീറ്റെയിൽസ് ആയിട്ട് ഭാമയോട് കാര്യങ്ങളൊക്കെ പറയണം, അല്ലെങ്കിൽ അതും അവിടെ കുളവാകും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നത്. അപ്പോൾ ശ്രുതിനെ ഒരു തവണ കാണിച്ചായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ആ ബ്യൂട്ടീഷ്യൻ ആയ ആ ഒരു ശ്രുതിനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ട്രാഫിക്കിൻ്റെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ നിർത്തി. അപ്പോൾ ട്രാഫിക് പോലീസ് ഇങ്ങനെ പിടിച്ചിട്ട്, അതെ നിൻ്റെ നിൻ്റെ ഹെൽമെറ്റ് എന്തിയേ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ? അല്ല നിൻ്റെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. ആ ലൈസൻസ് ഉണ്ട് സാർ എനിക്ക്, പിന്നെ ടെസ്റ്റ് ചെയ്ത പേപ്പറും എല്ലാം ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട് സാർ, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ എങ്കിൽ പിന്നെ എടുക്ക്. അത് പേഴ്സ് എൻ്റെ കയ്യിലില്ല സാർ, പേഴ്സിനകത്തായിരുന്നു എല്ലാം എന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ പേഴ്സിനകത്തായിരുന്നല്ലേ എല്ലാം. ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് ഞാൻ ഒരു പെറ്റി എഴുതി തന്നേക്കാം. നീ ഒരു കാര്യം ചെയ്യുക, ഒരു 5,000 രൂപ ഇങ്ങ് അടച്ചേരെ, എല്ലാം കൂടി ഇല്ലാതെ വന്നതല്ലേ നീ, അതും കൂടെ ഒരു 5,000 രൂപ അടച്ചേക്കാൻ പറഞ്ഞപ്പോൾ, അയ്യോ എന്താ സാർ ഇങ്ങനെ പറയുന്നത്? സാർ ഇങ്ങനെ ചൂടാകരുത് കേട്ടോ, ഇങ്ങനെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാൻ ഹെൽമെറ്റ് വെക്കാത്തത് കണ്ടില്ലേ, എൻ്റെ മുടിയൊക്കെ അങ്ങോട്ട് അഴുക്കായി പോയി. ഞാനേ ഒരു ബ്യൂട്ടീഷ്യനാണ്, ഈ ബ്യൂട്ടീഷ്യൻ ചെയ്താൽ ഈ മുടിയൊക്കെ ഇങ്ങനെയാക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ സാറിൻ്റെ തൊപ്പിയെടുത്തേ, ഒന്ന് തല കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാളും തൊപ്പിയെടുത്തു കേട്ടോ. അയ്യോ ഇതെന്താ സാറിൻ്റെ തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, സാറ് സൗകര്യം പോലെ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ സ്പായും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു തരാം. അങ്ങനെയാകുമ്പോൾ സാറിൻ്റെ തലമുടി ഉണ്ടല്ലോ നന്നായിട്ട് ഉണ്ടാകുകയും ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അങ്ങ് പൊങ്ങിപ്പോയിട്ടോ. ആയിക്കോട്ടെ. അല്ല എവിടെയാ നിൻ്റെ സലൂണ്? അത് ഞാൻ സലൂണ് ഇടുന്നതേ ഉള്ളൂ, ഇടുമ്പോൾ ഞാൻ പറയാം. ഏതായാലും സാർ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വിളിക്കുന്ന ഒരു ദിവസം സാറ് വന്നാൽ മതി, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അവിടെ നിന്ന് തടി തപ്പി പോവുകയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ആളിച്ചിരി വില്ലത്തിയാണ്, സ്മാർട്ടാണ്, ആരെയും പറ്റിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാകും. കാരണം ആ ട്രാഫിക് പോലീസിനെ പറ്റിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരെങ്കിലും പറ്റിക്കാമല്ലോ. അപ്പം ആ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. ചന്ദ്രയാണെങ്കിൽ ഓട്ടോക്കാരനോട് വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരനങ്ങാണ്ട് ഓട്ടോക്കൂലി കുറച്ച് കൂടുതൽ ചോദിച്ചു. അതൊന്നും തരാൻ പറ്റത്തൊന്നുമില്ല, ആ സ്ഥലം വരെ പോകാൻ അത്ര ഒന്നും ഓട്ടോക്കൂലി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഈ ശ്രുതി വരുന്നത്. അങ്ങനെ ശ്രുതി വന്നതും ശ്രുതി അവിടെ വണ്ടി നിർത്തിയിട്ട് എന്ത് പറ്റി മേഡം എന്ന് ചോദിച്ചു. അതെ എന്ത് ചെയ്യാനാ മോളെ,
കൊള്ള തുകയല്ല അവർ മേടിക്കുന്നത്. ഇത്രയും പൈസയൊന്നും ഇല്ലെന്ന് എവിടം വരെ പോകുന്നതിന്. ഏതായാലും സ്ഥലം ഞാൻ കേട്ടായിരുന്നു. ഞാനും ആ ഒരു ഭാഗത്തേക്കാണ് ഉള്ളത്. വേണമെങ്കിൽ മേഡത്തിന് എൻ്റെ കൂടെ കയറാമെന്ന് പറയുമ്പം അയ്യോ അത് പിന്നെ മേഡത്തിനെ തട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ല കേട്ടോ, ഞാൻ അവിടെ വരെയാ. അപ്പോൾ ഏതായാലും ഒരു ഹെൽപ്പ് ചെയ്യാലോ എന്നോർത്ത് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല മോളെ, ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഭാമയല്ല ശ്രുതിയുടെ കൂടെ കയറി പോവുകയാണ്. അങ്ങനെ ശ്രുതിയുടെ കൂടെ കയറി പോയി കഴിഞ്ഞപ്പോൾ പകുതി എത്തിയപ്പോഴത്തേക്കും ശ്രുതിയുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നു. അതും ശ്രുതിയുടെ ഒരു ഐറ്റം തന്നെ ആയിരിക്കാം. അങ്ങനെ പെട്രോൾ തീർന്നപ്പോൾ അയ്യോ മേഡം പെട്രോൾ തീർന്നു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എൻ്റെ പേഴ്സിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഫോണിൽ നോക്കിയിട്ട് അയ്യോ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പൈസയും ട്രാൻസ്ഫർ ആയി പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യുക മേഡം, ഒരു ഓട്ടോ വിളിച്ച് പോക്കോ, ഞാൻ വണ്ടി തള്ളിക്കൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അയ്യോ മോളെ എനിക്കൊരു ഉപകാരം ചെയ്തിട്ട് ഞാൻ മോളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയാണോ? അല്ലല്ലോ, ഈ വഴിയിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് പൊറുക്കൂല. മോൾ എനിക്കൊരു ലിഫ്റ്റ് തന്നല്ലേ, എങ്കിൽ പിന്നെ മോൾക്ക് എത്ര രൂപ വേണ്ടതെന്ന് പറയാം, മോള് പെട്രോൾ അടിച്ചിട്ട് മോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി എത്ര രൂപ വേണമെന്ന് ചോദിച്ചപ്പോൾ 500 രൂപ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര 500 രൂപ കൊടുക്കുകയാണ്. അവിടെയും ഈ ശ്രുതി നമ്മുടെ ചന്ദ്രനെ മുക്കി. അപ്പോൾ ഏതായാലും നമ്മുടെ ശ്രുതി ഇച്ചിരി വീരത്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചത്. ഏതായാലും നമ്മുടെ ശ്രുതി നേരെ ചെല്ലുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, ഭാമയുടെ വീട്ടിലേക്കാണ്. അപ്പം ഭാമയ്ക്ക് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടിയാണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ശ്രുതി അവിടെ ചെന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര എത്തുകയാണ്. അങ്ങനെ ചന്ദ്ര എത്തുന്നു. ചന്ദ്ര അപ്പോഴാണ് ഇവളെ കാണുന്നത് കേട്ടോ. അപ്പം ചന്ദ്ര ശ്രുതിനെ കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇത് എനിക്ക് ലിഫ്റ്റ് തന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ എന്നൊക്കെ ഭാമ ചോദിക്കുന്നു. അപ്പം ഭാമയോട് പറയാണ് എനിക്ക് പരിചയമുണ്ട്, എനിക്ക് ലിഫ്റ്റ് തന്നായിരുന്നു ഈ മോളെന്ന് പറഞ്ഞു. ഇവളെ എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് ഇവളുടെ അടുത്ത് നിന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. ഇവള് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യും, ഇവളൊരു ബ്യൂട്ടീഷ്യനാണ്, അതുപോലെ തന്നെ ഇവള് മസാജൊക്കെ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയോടും ശ്രുതി പറയുകയാണ് അതെ മാമിന് കഴുത്തിനും പെടലിക്കൊക്കെ വേദനയുണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് സംസാരിച്ചായിരുന്നു, എങ്കിൽ പിന്നെ മാം അവിടെ ഒന്ന് ഇരിക്കുക, ഞാനൊന്ന് കൈവച്ചൊന്ന് തിരുമ്മി തരാം, മാം എങ്ങനെയുണ്ടെന്ന് നോക്ക്, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാം എന്നെ പിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി പെടലിയൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും പെടലിയൊക്കെ തിരുമ്മി കൊടുത്ത് ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ പോക്കറ്റിനകത്ത് ചന്ദ്രയുടെ അല്ല ശ്രുതിയുടെ പോക്കറ്റിനകത്ത് ചന്ദ്ര വീഴുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ട് ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി വായെടുത്താൽ നുണ മാത്രമേ പറയത്തുള്ളൂ. അവൾ വലിയ വീട്ടിലാണ്, വലിയ കൊമ്പത്തെ ആളെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ തന്നെയാണ് കേട്ടോ. ഏതായാലും ചന്ദ്ര ഇത് വിശ്വസിക്കുകയും ചന്ദ്രയ്ക്ക് ശ്രുതിനെ വലിയ ഇഷ്ടമാവുകയും ശ്രുതിക്ക് വിവാഹം ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് പോകുന്നത് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി വലിയ കഷ്ടത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ രേവതിക്കാണ് അടുത്ത പ്രശ്നം വരുന്നത്. ചന്ദ്ര വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ രേവതിക്ക് പുകിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് കാണാം. നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം മറക്കരുതേ. നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, അതുപോലെ തന്നെ കിരണിൻ്റെയും കല്യാണിയുടെയും കഥ, ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥ നമ്മൾ ആ ചാനലിലാണ് ഇടുന്നത്. ചിന്നൂസ് വേൾഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഓടിപ്പോയി ഒന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.